തൂക്കി മലർത്തിയടിച്ചു നൂറ. ഇനി ആര്യം ഭയങ്കര ടാസ്കില് ഒന്നാമതാണ്, ആര്യനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് ആരും വരണ്ട, നൂറ ആര്യനെ അങ്ങ് മലർത്തി അടിച്ചു കഴിഞ്ഞു. അവിടെ ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തത് നൂറയാണ്. ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തുകൊണ്ട് നൂറ അങ്ങനെ ഫിനാലെ വീക്കിലേക്ക് കടന്നിരിക്കുകയാണ്. ടോപ്പ് 6, ടോപ്പ് 5 എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ടോപ്പ് 6 മത്സരാർത്ഥിയായി നൂറ അവിടെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ബിഗ് ബോസ് വീടിനുള്ളിൽ ഇപ്പോൾ ഇത്രയും ദിവസങ്ങളിൽ വന്ന മത്സരാർത്ഥികൾ ഒരുപാട് പേര് പുറത്തുപോയി. ഒരാഴ്ച നിന്നവർ, 2 ആഴ്ച നിന്നവർ, 3 ആഴ്ച നിന്നവർ ഒക്കെ ഉണ്ട് അല്ലേ. പക്ഷെ പുറത്തിറങ്ങിയ കുറെ എണ്ണം അനുമോൾക്കെതിരെ വിഷം തുപ്പുന്നുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം. ഇവർക്കൊക്കെ എന്തിന്റെ ക്രിമികടിയാണ് എന്ന് മനസ്സിലാവുന്നില്ല. അനുമോൾക്കും പിന്നെ ഷാനവാസിനുമെതിരെ വിഷം തുപ്പുന്ന ഒരുപാട് മത്സരാർത്ഥികൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇവർക്കൊക്കെ അനുമോളെ പരിചയം 1-2 ആഴ്ചയോ പോട്ടെ ഏറിപ്പോയ 50 ദിവസം വരെ അനുവിന്റെ ഒപ്പം പിടിച്ചു നിന്നവരാണ് ഇവരെന്ന് പറയുന്നത്. എന്നിട്ട് തോറ്റ് പിന്മാറി അല്ലെങ്കിൽ തോറ്റു പുറത്തുപോയ മത്സരാർത്ഥികളാണ്. പക്ഷെ വർഷങ്ങളായിട്ട് അനു തന്നെ പറയുന്നുണ്ട് 12 വർഷത്തോളമായി അനുമോൾ ഈ ഫീൽഡിൽ വന്നിട്ടെന്ന്. ഈ 12 വർഷത്തോളമായി ഈ ഫീൽഡിൽ നിൽക്കുന്ന അനുമോളെ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. അവിടെ നമുക്കറിയാം, ആ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിരുന്ന സമയത്ത് അത്രയും വർഷങ്ങൾ ആ പ്രോഗ്രാം ഉണ്ടായിരുന്നു TV-യിൽ. പ്രോഗ്രാമിന്റെ പേര് ഞാൻ പറയുന്നില്ല. ആ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നവര് ഇപ്പോഴും അനുമോളെ അത്രയ്ക്ക് കട്ട സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എത്ര വർഷത്തെ പരിചയമുണ്ട് അനുമോളുമായിട്ട് അവർക്കെന്നറിയോ. അതിലുള്ള എല്ലാവരും അനുമോള് ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ആരെടുത്ത് ചോദിച്ചാലും എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോ അവിടേക്ക് ഷിയാസ് വന്ന സമയത്തും ഞാൻ പറയാണ്, എടുത്തു പറഞ്ഞതാണ്. ബാക്കിയുള്ള ഒരുപാട് പേര് എല്ലാവരും എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് അനുമോൾ ജയിക്കണമെന്നാണ്. അപ്പോൾ വെറും 20, 30, 50 ദിവസം കൂടെ നിന്നവ ഇവര് പുറത്തിറങ്ങിയിട്ട് അനുമോള് ഫേക്ക് ആണെന്നും അനുമോള് മോശം ക്യാരക്ടർ ആണെന്നും ഒക്കെ വിളിച്ചു പറയുമ്പോൾ വർഷങ്ങളായിട്ട് ഒപ്പുണ്ടായിരുന്ന, വർഷങ്ങളായിട്ട് അനുമോളെ പരിചയം ഉണ്ടായിരുന്നവര് പറയുന്നത് വിശ്വസിക്കണോ, അതോ വെറും ദിവസങ്ങൾ മാത്രം അനുമോളുടെ ഒപ്പം മത്സരിച്ച് തോറ്റ് പിന്മാറിയവർ പറയുന്നത് വിശ്വസിക്കണോ എന്നൊരു കൺഫ്യൂഷൻ എനിക്ക് തോന്നി കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഓരോ ഇന്റർവ്യൂസും അല്ലെങ്കിൽ ഇവർ ഓരോ പ്രോഗ്രാമിന് പോകുമ്പോഴും ഒക്കെ ചാനൽസ് ഒക്കെ ചെന്നിട്ട് ഇവരെടുത്ത് ബിഗ് ബോസ് കാണാറുണ്ടോ, അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒട്ടുമിക്കെന്നല്ല എല്ലാവരും ഇന്റർവ്യൂ എടുക്കാനായിട്ട് ഓടി ചെല്ലുന്ന മത്സരാർത്ഥികളല്ല, ആ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്ന അനുമോളെ പരിചയം ഉണ്ടായിരുന്ന എല്ലാവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അനുമോള് ജയിക്കണം എന്നുള്ളൊരു കാര്യം. പക്ഷെ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ കുറേ എണ്ണം ഉണ്ട്. കുറേ എന്താ പറയാ, കുശുമ്പും പുന്നായ്മയും ഉള്ള കുറേ എണ്ണം ഒക്കെ ഇതിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അക്ബർ, ആര്യൻ, നെവിനെ കട്ട സപ്പോർട്ടാണ്. നെവിൻ ബെഡിൽ വെള്ളം ഒഴിച്ചത് അതൊരു കുഴപ്പമുള്ള കാര്യമില്ല. അത് നെവിന്റെ ഗെയിമാണ്. ഗെയിമിനെ ഗെയിമായിട്ട് കാണാൻ പഠിക്കും നിങ്ങൾ. അത് നെവിന്റെ ഗെയിമാണ്. നെവിൻ അങ്ങനെ ബെഡിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. അതായത് എന്ത് തെറ്റ് ചെയ്താലും അതിനെ അങ്ങ് മറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന് വീഡിയോ ചെയ്യുന്ന ഒരുപാട് മത്സരാർത്ഥികൾ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അനുമോൾ എന്തെങ്കിലും തെറ്റ് കഴിഞ്ഞാൽ അത് വലിയ സംഭവവും, അതിനേക്കാൾ വലിയ തെറ്റ് മറ്റുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ അത് ഗെയിമിന്റെ ഭാഗവും എന്ന് പറയുന്ന കുറെ എണ്ണം നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ശാരികയുടെ വീഡിയോയെ കുറിച്ച് ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ശാരിക വന്നിട്ട് നെവിൻ വെള്ളം ഒഴിച്ചത് അത് നെവിന്റെ ഗെയിമാണ്, അത് ഒഴിക്കാനായിട്ട് നെവിനെ കാരണമുണ്ടായിരിക്കാം. അവിടുത്തെ പട്ട ഗേൾസ് എന്ന് പറയുന്ന പെൺകുട്ടികൾ പാട്ട ഗേൾസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മുടെ ശാരിക വീഡിയോ ചെയ്തിട്ടുണ്ട്. അവർ കളിക്കുന്നത് ഭയങ്കര ഡേർട്ടി ഗെയിമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് ശാരികയുടെ മാത്രം അഭിപ്രായമല്ല കേട്ടോ, കുറെ എണ്ണുണ്ട് അങ്ങനെ നെവിന്റെ സപ്പോർട്ടുമായിട്ട് വരുന്നത്. കുറച്ച് അധികം പേരുണ്ട് നെവിന്റെ സപ്പോർട്ടുമായിട്ട് വരുന്നുണ്ട്. നെവിൻ അവിടുത്തെ ഭയങ്കര ഗെയിമറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. പ്രൊവോക്കിംഗ് ഗെയിം ആയിരിക്കാം നെവിന്റെ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പ്രൊവോക്കിംഗ് ഗെയിം ആയിരിക്കും. ഗെയിം കളിച്ചോട്ടെ, ഞാൻ കളിക്കണ്ടെന്ന് പറയുന്നില്ല. ഇന്നിപ്പോ നമ്മുടെ ആ എൻഡ്യൂറൻസ് ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, കാറിന്റെ ഉള്ളിലിരിക്കുന്നത്. ആ സമയത്ത് നെവിൻ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അനുമോളെ. അവിടെ നെവിന്റെ പോയിട്ട് അനുമോളുടെ ബെഡിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട്, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ബോൾ എടുത്ത് എറിയുന്നു പറയുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ ഗെയിമിന്റെ ഭാഗമായിട്ട് കാണാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം ആ ടാസ്ക് അങ്ങനെയാണ്. കാറിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും പ്രൊവോക്ക് ചെയ്തിട്ട് അവരെ കാറിന്റെ ഉള്ളിൽ നിന്ന് ഇറക്കാനായിട്ട് നോക്കാം. ആ ഗെയിം അവിടെ കളിച്ചതുകൊണ്ട് ഒന്നും നമുക്ക് നെവിനെ പറയാനായിട്ട് സാധിക്കില്ല. നെവിൻ ചെയ്തത് തെറ്റാണോ, അനുമോൾ എന്തിന് അറ്റാക്ക് ചെയ്യുന്നോ ഒന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ അവിടെ മറ്റൊരു കാര്യം കേട്ടോ, കാറിന്റെ ഉള്ളിലിരിക്കുന്ന ഈ അക്ബറും ആര്യനൊക്കെ ഉണ്ടല്ലോ, ഇത്രയും മത്സരാർത്ഥികള് ആ കാറിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴും ഇവരൊരാളെ മാത്രമാണ് പ്രൊവോക്ക് ചെയ്യുന്നത്, അതായത് അനുമോള്. പിന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനീഷിനെ പ്രൊവോക്ക് ചെയ്യുന്നത് നൂറയും ആര്യനും ചേർന്നായിരുന്നു അനീഷിനെ പുറത്താക്കാനായിട്ട്. പക്ഷേ ആര്യനും അക്ബറും ചേർന്നിട്ട് അവിടെ അനുമോളെ
മാത്രം കളിയാക്കുകയും സംസാരിക്കുകയും പ്രൊവോക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. കാരണം ബാക്കിയുള്ളവരടുത്തൊന്നും സംസാരിക്കാനുള്ള ധൈര്യം അവർക്കില്ല. അനുമോള് എന്ത് പറഞ്ഞാലും തിരിച്ചു മറുപടി പറയുമ്പോൾ അനുമോള് മോശമായിട്ട് സംസാരിച്ചു, ഇതാണ് വെള്ള സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ആൾക്കാർ എന്തുകൊണ്ട് ആദിലേനി നൂറയും ചൊറിയുന്നില്ല, എന്തുകൊണ്ട് അതിലിരിക്കുന്ന സാബുമേനെ ചൊറിയുന്നില്ല? അപ്പോൾ അവർക്ക് തൻ്റെ ഇടയില്ലഞ്ഞിട്ടല്ലേ എന്നാണ് എനിക്ക് തോന്നിപ്പോയ കാര്യം കേട്ടോ. എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും നൂറ് അപ്പോൾ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് വിജയിച്ചിട്ടുണ്ട്. ടിക്കറ്റ് ഫിനാലെ ടാസ്ക് വിജയിച്ചതുകൊണ്ട് തന്നെ നൂറ ഇനി ഈ ആഴ്ച പുറത്തു പോയില്ല എന്നുണ്ടെങ്കിൽ ഫിനാലെ വീക്കിലേക്ക് നൂറ എത്തി. നൂറ ഫിനാലെ വീക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറയും ആദിലയും ഫിനാലെ വീക്കിലേക്ക് എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നൂറയ്ക്ക് ഇനി വോട്ടിങ്ങിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ, നോമിനേഷനിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നൂറയുടെയും വോട്ടുകൾ ആദിലേക്ക് എത്തും. ആദിൽ അങ്ങനെ സേഫ് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് എൻ്റെ ഒരു തോന്നലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ തിരിച്ചു കയറിയോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. കയറി എന്ന് തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമ്മളൊരു ടോപ്പ് 3 ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നത് അനുമോള്, അനീഷ്, ഷാനവാസ് എന്നിവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആദിലയും നൂറയും കൂടി അക്കൂട്ടത്തിൽ ടോപ്പ് 5ലേക്ക് എത്തിക്കഴിഞ്ഞാൽ ടോപ്പ് 6 ഫിനാലെ വീക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരിൽ നിന്ന് ആരാണ് ടോപ്പ് 6ലേക്ക് വരുന്നത് എന്നാണ് അടുത്ത ചോദ്യമായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ബാക്കിയുള്ള മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് ആര്യനുണ്ട്, അക്ബർ ഉണ്ട്, സാബുമാൻ ഉണ്ട്, ഇത്രയും പേരുണ്ട്. അതിൽ ആര്യൻ പുറത്തായോ എന്നൊരു സംശയം പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നെവിൻ ഉണ്ട്. ഈ 4 പേരിൽ ആരായിരിക്കും ടോപ്പ് 6ലേക്ക് വരാനൊരു കൺഫ്യൂഷൻ. അപ്പോൾ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആര്യൻ പുറത്തു പോയി എന്നൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. ശരിയാണെന്ന് എനിക്കറിയില്ല. ആര്യൻ പുറത്തു പോകുകയാണെങ്കിൽ ബാക്കിയുള്ള 3 മത്സരാർത്ഥികൾ സാബു, അക്ബർ, നെവിൻ ഇവരിൽ ഒരാളായിരിക്കും ആ ടോപ്പ് 6ലേക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരുന്നുണ്ടായിരിക്കുക. ഞാനൊരു കണക്കൂട്ടൽ പറഞ്ഞതാണ്, ഇത് സത്യമാവണമെന്നില്ല. എൻ്റെ ഒരു കണക്കൂട്ടൽ, നിങ്ങളുടെ കണക്കൂട്ടൽ നിങ്ങളൊന്ന് പറ. ടോപ്പ് 6ൽ ആരൊക്കെ വരാനാണ് ചാൻസ് ഉള്ളത് എന്ന് നിങ്ങളും പറ. ഇവിടെ നെവിൻ ഇവിടെ ഫിസിക്കൽ അറ്റാക്ക് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറയുന്നുണ്ട്. ഞാനും പറയുന്നു നെവിൻ ഒരിക്കലും അവിടെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടില്ല, നെവിൻ ചെയ്തു എന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ അതിനുശേഷം അവിടെ അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തത് നെവിനും എല്ലാവരും കൂടി ചേർന്നിട്ടാണ്. അപ്പൊ നെവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഫോൾട്ട് കൊണ്ടാണ് ഷാനവാസിന് അവിടെ അങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. പക്ഷെ ഇത് അംഗീകരിക്കാനായിട്ട് നെവിൻ സമ്മതിക്കുന്നില്ല. നെവിന് സമ്മതിക്കുന്നില്ല, ആര്യനും സമ്മതിക്കുന്നില്ല, അക്ബറും സമ്മതിക്കുന്നില്ല. അതായത് ഇവരുമായിട്ടുണ്ടായ ഇഷ്യൂലും വഴക്കിനും ഇടയിലാണ് അവിടെ ഈ കാര്യം സംഭവിച്ചത്. എന്നിട്ട് ഇവർക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. അവർക്ക് ചിന്തിച്ചൂടെ, ഞങ്ങളുമായിട്ടുണ്ടായിരുന്ന വഴക്കിലാണ്, അല്ലാതെ ഞാൻ ആളെ ഫിസിക്കൽ അസോൾട്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്നിപ്പോൾ സംസാരത്തിന്റെ ഇടയിൽ ആൾക്ക് അങ്ങനെ വരുന്ന നമ്മൾ വിചാരിച്ചില്ലല്ലോ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മര്യാദയുണ്ട്. ഇപ്പൊ ആര്യൻ എന്ന് പറയാണ്, നെവിൻ എന്ത് ചെയ്തു? ആൾക്ക് ഓൾറെഡി നെഞ്ചുവേദനയുള്ള ആളാണ്, അപ്പൊ നെഞ്ചുവേദന വന്നു, അതിന് നെവിൻ എന്ത് ചെയ്തു? വെറുതെ നെവിനെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ നൂറ് അവിടെ പറയുന്നുണ്ട്, നിങ്ങളുമായിട്ടുള്ള പ്രശ്നത്തിനിടയിലാണ് ആൾക്ക് അത് വന്നത്, അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് അത് അംഗീകരിക്കുന്നില്ല ചോദിക്കുമ്പോഴും നെവിൻ അവിടെ സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇനി ആൾക്ക് ഈ ഒരു അസുഖം വന്നിട്ട് ഇനി പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞിട്ട് എന്നെയും പുറത്താക്കിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല എന്നാണ് നെവിൻ അവിടെ പറയുന്നത്. അതല്ലല്ലോ അവിടെ മര്യാദ എന്ന് പറയുന്നത്. അവിടെ സംസാരത്തിനിടയിൽ, അത് താനുമായിട്ടുള്ള വിഷയത്തിനിടയിൽ ഒരു ആൾക്ക് വയ്യാതെ വന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ചോദിക്കാനോ, അല്ലാന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒന്നും വരാതെ തിരിച്ചു വരുന്ന ദൈവം ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള ഒരു മനസ്സോ അവിടെ നെവിനോ ബാക്കിയുള്ളവരെ കാണിക്കുന്നത് കണ്ടില്ല. അവിടെയാണ് നമുക്ക് ഇവരുടെ അടുത്തുള്ള കലിപ്പും ദേഷ്യം വരുന്നത്. അല്ലാതെ അവർ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് പ്രൊവോക്ക് ചെയ്തതായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല, അയാളുടെ നാടകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കളിയാക്കി ഇത്രയും വിഷയങ്ങളുണ്ടായി. അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എന്നിട്ട് പോലും അയാൾ എപ്പോൾ തിരിച്ചു വരും, അയാൾ ഓക്കെ അല്ലേ, തിരിച്ചു വരില്ലേ? ഇനിയിപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആൾക്ക് വയ്യായിക വന്നെന്നുണ്ടെങ്കിൽ ഞാൻ സോറി പറയാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ മനുഷ്യത്വം കാണുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കാത്തതും നെവിനിലെ ആ മനുഷ്യൻ എന്ന വ്യക്തിയാണ്. അതായത് മനുഷ്യനായിട്ട് പോലും നെവിനെ കാണാൻ സാധിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യനൊന്നും വേറെ ഒരു ഇത് നെവിനിൽ കാണാൻ സാധിക്കുന്നില്ല. നെവിനെ ഒപ്പം നിൽക്കുന്ന ആര്യനാണെങ്കിലും അക്ബർ ആണെന്നുണ്ടെങ്കിലും ഇവര് മനുഷ്യഗണത്തിലേ പെട്ടതല്ല. കാരണം അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ടുണ്ടല്ലോ, കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയാണ് 3 പേർക്കും. ഇപ്പൊ ബാക്കിയുള്ള വീട്ടിലുള്ള എല്ലാവരും വലിയ നല്ല പുള്ളികളാണെന്നോ, അവരൊന്നും തെറ്റ് ചെയ്തിട്ടില്ലാന്നോ, ഇവര് മാത്രമാണ് തെറ്റ് ചെയ്തതെന്നൊന്നും പറയുന്നില്ല. ഇവര് ചെയ്യുമ്പോൾ അവരും ചെയ്യുന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമായിട്ട് 2 കൂട്ടരും തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് 2 തട്ട് വെക്കുന്ന സമയത്ത് ഏത് തട്ടാണ് താന്നിരിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അക്ബറും ആര്യനും നെവിനും അടങ്ങുന്ന തട്ടാണ് താന്നിരിക്കുന്നത്. അവരുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഫോൾട്ട് സംഭവിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ ഭാഗത്ത് തെറ്റില്ലെന്നില്ല. നമ്മുടെ മോഹൻലാലിന്റെ
സിനിമയിലെ ഡയലോഗൊക്കെയാണ്, തിന്മയും തിന്മയും തമ്മിലുള്ള ഒരു ഇതുണ്ടല്ലോ, ആ ഒരു മത്സരം പോലെ അങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തവരെ ഞാൻ എടുത്ത് പഴിക്കുന്നു. അതേ ഉള്ളൂ പറയാനായിട്ട്. അല്ലാതെ മറ്റുള്ളവർ ഭയങ്കര നീറ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു അവർ പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയാനായിട്ട് വരുന്നില്ല. അനുമോളുടെ ഭാഗത്താണെങ്കിലും ആതിര നൂറയുടെ ഭാഗത്താണെങ്കിലും ഷാനവാസിന്റെ ഭാഗത്താണെങ്കിലും ഒക്കെ തെറ്റുകളുണ്ട്. പിന്നെ ആ വീട്ടില് അല്പം സംസാരിച്ചിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് സാബുവാണ്. ഇന്നൊക്കെ എന്തോ ജസ്റ്റ് ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ സാബു ഇത്രയും വലിയ വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടും അതിനെ ചോദ്യം ചെയ്യുകയോ പറയുകയോ ഒന്നും ചെയ്യുന്നത് കണ്ടില്ല. സത്യം പറയാലോ, സാബുമേനെ കണ്ടില്ല. ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ആ സാബുമേൻ നല്ല വ്യക്തിയൊക്കെ ആയിരിക്കാം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു മത്സരത്തിൽ ഒരു ടോപ്പ് 6 ടോപ്പിലൊന്നും വരാനായിട്ട് യോഗ്യനല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും അവിടെ ഉണ്ടാകുമ്പോൾ അതിൽ പോലും ഇടപെടാതെ, കാര്യമായിട്ട് അതിൽ ഇടപെടാതെ സംസാരിക്കാതെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയൊക്കെ അവിടെ ടോപ്പ് 6 വരുന്നതിനോട് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് യോജിപ്പില്ല. അപ്പൊ ഞാൻ സാബുവിനെ അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കുന്നത്. ഇനിയിപ്പോൾ ടോപ്പ് 6 ആരൊക്കെ വരും എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു എത്തും പിടുത്തം എനിക്ക് കിട്ടിയത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക.